ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഈച്ച് വെച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ PSC ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ളതാണ് ഈച്ചിൻ്റെ കുറച്ച് റൂൾസും അതുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും. അപ്പോൾ നമുക്കൊരു 4-5 ക്വസ്റ്റ്യൻസ് പഠിക്കുകയാണെങ്കിൽ തന്നെ 1 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ് ഈച്ചിൻ്റെ. എന്നാൽ അതിൽ ചില കൺഫ്യൂസിങ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എന്താ? ഈച്ച് സ്റ്റുഡൻറ്റ് ഡാഷ് വെരി ടാലൻറ്റഡ്. അപ്പം നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താണ്? ഈച്ചിൻ്റെ കൂടെ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യുന്നത് എന്താണ്? സിംഗുലർ വെർബാണ്. ഓക്കെ, ഇത് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും. ഈച്ച് വന്നാലും അതുപോലെ തന്നെ എവരി വന്നാലും ഒക്കെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് എന്താണ്? സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് നോക്കുകയാണെങ്കിൽ ആർ എന്നുള്ളത് പ്ലൂരലാണ്, വേർ എന്നുള്ളതും പ്ലൂരലാണ്. അപ്പോൾ സിംഗുലർ ആയിട്ടുള്ളത് ആര് മാത്രമേ ഉള്ളൂ? ഈസ് മാത്രമേ സിംഗുലർ ആയിട്ടുള്ളൂ. അപ്പോൾ ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ് വെരി ടാലൻറ്റഡ് എന്നാണ് ആൻസർ വരിക. ഈച്ച് സ്റ്റുഡൻറ്റ് ഈസ് വെരി ടാലൻറ്റഡ്. അപ്പോൾ ഇതെല്ലാവരും ശരിയാക്കാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ? ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ ഓൺ ദ വീൽ ഓഫ് ലൈഫ്. ഈച്ച് ക്യാൻ ഡാഷ് ഹിസ് ടേൺ ഓൺ ദ വീൽ ഓഫ് ലൈഫ്. അപ്പോൾ ഇവിടെ എന്തൊക്കെയാണ് ഓപ്ഷൻസ് ഉള്ളത്? വിൽ ടേക്ക് ഉണ്ട്, ടുക്ക് ഉണ്ട്, ടേക്സ് ഉണ്ട്, ടേക്ക് ഉണ്ട്. അപ്പോൾ നമുക്കറിയാം ഇതൊരു പ്രസൻറ്റ് ടെൻസ് ആണ്. അപ്പോൾ ടുക്ക് എന്നുള്ളത് ഒരിക്കലും വരില്ല. പിന്നെ വിൽ ടേക്ക്, ഈച്ച് ക്യാൻ വിൽ ടേക്ക്, ക്യാനും വില്ലും ഇങ്ങനെ അടുത്തടുത്തായിട്ടൊരു സെൻറ്റൻസ് വരില്ല. അപ്പോൾ ഇതും എന്താ അല്ല ഓപ്ഷൻ, നമുക്കിടെ ആൻസർ അല്ല. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ പിന്നെയുള്ളത് ടേക്കും ടേക്സുമാണ്. അപ്പോൾ ഈ ഒരു റൂള് വെച്ച് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മെജോറിറ്റി ആൻസർ ചെയ്യാൻ ചാൻസ് ഉള്ളത് ടേക്സ് ആണ്. ടേക്സ് എന്നുള്ളതാണ് ഇവിടെ ആൻസർ ചെയ്താൻ ചാൻസ്. കാരണം ടേക്സ് ആണ് സിംഗുലർ ആയിട്ട് വരുന്നത്, ടേക്ക് എന്നുള്ളത് പ്ലൂരലാണ്. പക്ഷേ ഇവിടെ നമുക്ക് എന്തുണ്ട്? ഈച്ച് കഴിഞ്ഞിട്ട് ക്യാൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാൾ ഇരിപ്പുണ്ട്. ഈച്ച് കഴിഞ്ഞിട്ട് ക്യാൻ, അതായത് ഈച്ച് എന്ന് പറയുന്ന വേർഡിന് ശേഷം ക്യാൻ, അതായത് ഒരു മോഡൽ ഓക്സിലറി വെർബാണ്. ക്യാന്, അതുപോലെ തന്നെ വില്ല്, മേ തുടങ്ങിയ മോഡൽ ഓക്സിലറി വെർബുകൾ വരികയാണെങ്കിൽ നമ്മൾ വെർബിൻ്റെ ബേസ് ഫോം മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ബേസ് ഫോം മാത്രമേ യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. അപ്പോൾ ടേക്ക് എന്നുള്ളതാണ് ബേസ് ഫോം. ടേക്സ് എന്നുള്ളത് എന്താ? എസ് ഫോമാണ്. അതിൻ്റെ എസ് ഫോമാണ് ടേക്സ് എന്നുള്ളത്. അപ്പോൾ ഇവിടെ ബേസ് ഫോം വരുന്നത് ഏതാണ്? ടേക്ക് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ വരുന്നത് ഏതാ? ടേക്ക് എന്നുള്ളതാണ് ആൻസർ. പക്ഷേ ഈച്ച് കഴിഞ്ഞാൽ സിംഗുലർ എന്ന് ആലോചിച്ച് നമ്മൾ മെജോറിറ്റി ചിലപ്പോൾ കുത്താൻ ചാൻസ് ടേക്സ് ആണ്. ടേക്സ് തെറ്റാണ്. ടേക്ക് എന്നുള്ളതാണ് ആൻസർ വരുന്നത്. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി അടുത്തത് എന്താ? ഈച്ച് മാൻ ആൻഡ് ഈച്ച് വുമൺ. ഇങ്ങനെ ഈച്ച് ആൻഡ് ഈച്ച്, ഈച്ച് ആൻഡ് ഈച്ച് വരുന്നതും അതുപോലെ തന്നെ എവരി ആൻഡ് എവരി, എവരി ആൻഡ് എവരി വരുന്ന സെൻറ്റൻസുകൾ. അതായത് ഫസ്റ്റ് സബ്ജക്റ്റ് ഇവിടെ ഏതാ? മാൻ എന്നുള്ളതാണ്. സെക്കൻഡ് സബ്ജക്റ്റ് ഇവിടെ ഏതാ? വുമൻ എന്നുള്ളതാണ്. ഫസ്റ്റ് സബ്ജക്റ്റിന് മുന്നിലും സെക്കൻഡ് സബ്ജക്റ്റിന് മുന്നിലും ഈച്ച് ഈച്ച് എന്നിങ്ങനെ ആവർത്തിച്ച് വരിക, അല്ലെങ്കിൽ എവരി എവരി എന്നിങ്ങനെ ആവർത്തിച്ച് വരുന്ന സെൻറ്റൻസുകളാണെങ്കിൽ അവിടെ നമ്മൾ ഏതാണ് യൂസ് ചെയ്യേണ്ടത്? സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. സിംഗുലർ വെർബാണ്. അപ്പോൾ ഇവിടെ സിംഗുലർ ആയിട്ട് ആര് മാത്രമേ ഉള്ളൂ? ഹാസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടുത്തെ ആൻസറും എന്താണ്? ഹാസ് എന്നുള്ളതാണ് വരുന്നത്. അപ്പോൾ ഈച്ച് കഴിഞ്ഞാൽ സിംഗുലർ ആണ്. അതുപോലെ തന്നെ ഈച്ച് ഈച്ച് എന്ന് റിപ്പീറ്റ് ചെയ്ത് വന്നാലും സിംഗുലർ ആണ്. പക്ഷേ ഈച്ചിന് ശേഷം ഒരു മോഡൽ ഓക്സിലറി വരികയാണെങ്കിൽ നമ്മൾ ബേസ് ഫോം വേണം യൂസ് ചെയ്യാനായിട്ട്. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഈച്ച് മാൻ, വുമൺ ആൻഡ് ചൈൽഡ് ഡാഷ് എ ഡ്യൂട്ടി ടു ഡു. ഇവിടെ എന്താ? 2ൽ കൂടുതൽ സബ്ജക്റ്റുകളുണ്ട് അല്ലേ? മാൻ ഉണ്ട്, വുമൻ ഉണ്ട്, ചൈൽഡ് ഉണ്ട്. ഇതെല്ലാം തന്നെ സിംഗുലർ സബ്ജക്റ്റുകളാണ്. അപ്പോൾ ഈച്ച് കഴിഞ്ഞ് സിംഗുലർ സബ്ജക്റ്റ് വരിക, 2ഓ അതിൽ കൂടുതലോ സിംഗുലർ സബ്ജക്റ്റുകൾ, 3ഓ 4ഓ എത്ര വേണമെങ്കിൽ ആയിക്കോട്ടെ. അപ്പോൾ ഈച്ച് കഴിഞ്ഞ് 2ൽ കൂടുതൽ സിംഗുലർ സബ്ജക്റ്റുകൾ വരികയാണെങ്കിൽ നമ്മുടെ വെർബും എന്ത് തന്നെ ആയിരിക്കണം? സിംഗുലർ തന്നെ ആയിരിക്കണം. അപ്പോൾ ഈച്ച് മാൻ, വുമൺ ആൻഡ് ചൈൽഡ് ഹാസ് എ ഡ്യൂട്ടി ടു ഡു എന്നുള്ളതാണ് ആൻസർ വരിക. ഹാസ് ആണ് ഇവിടെ സിംഗുലർ. അപ്പോൾ അപ്പോഴും നമ്മൾ എന്ത് യൂസ് ചെയ്യണം? സിംഗുലർ തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ ഈച്ചിൻ്റെ കുറേ ക്വസ്റ്റ്യൻസ് തന്നെയാണ് സിംഗുലർ സബ്ജക്റ്റ് തന്നെയാണ്. ഈച്ച് കഴിഞ്ഞ് ഒരു മോഡൽ ഓക്സിലറി വരികയാണെങ്കിൽ മാത്രം നമ്മൾ എന്ത് യൂസ് ചെയ്യണം? ബേസ് ഫോം യൂസ് ചെയ്യണം. ഇതുപോലെ തന്നെ ഈച്ച് ഓഫ് വെച്ചിട്ടൊരു സെൻറ്റൻസ്. ഈച്ച് ഓഫ് എങ്ങനെയാണ്? ഈച്ച് ഓഫ് ദ, 2 ഡാഷ് ഉണ്ട്, ഡാഷ് ഡാഷ് ദ ബുക്സ്, സോറി ഹിസ് ബുക്സ്, ഇങ്ങനെയാണ്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? ബോയ് ക്യാരീസ്, ബോയ് ക്യാരീസ് ഉണ്ട്, ബോയ്സ് ക്യാരീസ് ഉണ്ട്,
പിന്നെ ബോയ്, ക്യാരി ഉണ്ട്, ബോയ്സ് ക്യാരി ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എന്താ നോക്കേണ്ടത്? ഈച്ച് ഓഫ്, അതായത് ഈച്ച് ഓഫ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. ഈച്ച് അല്ല, ഈച്ച് ഓഫ്. ഇത് വേറെയാണ് റൂള്. ഈച്ച് ഓഫ് വരുമ്പോൾ ഇവിടെ നമ്മൾ ഇപ്പോൾ ഇതെന്താ, ഇതൊരു നൗണും ഇത് വെർബുമാണ്. അപ്പോൾ ഏതാണ്, സിംഗുലർ നൗൺ ആണോ സിംഗുലർ വെർബാണോ യൂസ് ചെയ്യേണ്ടത് എന്നുള്ളൊരു റൂളുണ്ട്. ഈച്ച് ഓഫ് കഴിഞ്ഞ് വരുന്നത് എപ്പോഴും പ്ലൂരൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ് ആയിരിക്കും. പ്ലൂരൽ നൗൺ പ്ലസ് സിംഗുലർ വെർബ്. അപ്പോൾ പ്ലൂരൽ എന്ന് പറയുമ്പോൾ ആരാണ് വരിക? ബോയ്സ് ആണ് വരിക. അപ്പോൾ ഇത് വരാം, പിന്നെ അതുപോലെ തന്നെ ഇതും വരാം അല്ലേ, ബോയ്സ്. പിന്നെ സിംഗുലർ വെർബ് വേണം യൂസ് ചെയ്യാൻ. ബോയ്സ്, ക്യാരിയും ഉണ്ട്, ക്യാരീസും ഉണ്ട്. ക്യാരി എന്നുള്ളത് പ്ലൂരലാണ്, നമുക്ക് സിംഗുലർ വെർബാണ് വേണ്ടത്. അപ്പം നമ്മുടെ ആൻസർ ഏത് വരും? ബോയ്സ് ക്യാരീസ് എന്ന് വരും. ബോയ്സ് ക്യാരീസ് എന്നുള്ളതാണ് അവിടെ ആൻസർ വരിക. ഏതൊക്കെ വരുമ്പോൾ? ഈച്ച് ഓഫ്, എവരി ഓഫ്, ഇതെല്ലാം വരുമ്പോൾ ഇതേ റൂള് തന്നെയാണ്. ഈച്ച് ഓഫ്, അതുപോലെ തന്നെ എവരി ഓഫ്, ഈച്ച് വൺ ഓഫ്, എവരി വൺ ഓഫ്, ഇതൊക്കെ വരുമ്പോൾ നമ്മൾ എന്ത് യൂസ് ചെയ്യണം? പ്ലൂരൽ നൗൺ പ്ലസ് സിംഗുലർ വെർബാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ചെറിയൊരു ടോപ്പിക്കാണ് ഈച്ച് എന്നുള്ളത്, പക്ഷേ PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. അതിൽ നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് ഈ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആണ്. ഇതെല്ലാവരും തെറ്റിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ച് പഠിക്കാം. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്